പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ക്ഷമ. കാരണം ദൈവം ക്ഷമയുടെ പൂർണ്ണതയാണ്. ക്ഷമ ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അവിടുന്ന് പാപികളായ ഓരോ മനുഷ്യരോടും ക്ഷമിക്കുകയും അവരെ നിത്യജീവനിലേക്ക് ഉയർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചാൽ 31 അധ്യായത്തിൻ്റെ 34 തിരുവചനത്തിൽ ഇപ്രകാരമാണ് പ്രവാചകൻ പറയുന്നത്: കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പച്ചെറുപ്പമെന്തി എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല. ഇവിടെ ദൈവം മനുഷ്യനോട് ക്ഷമിക്കുന്ന ഒരു ദൈവമാണെന്ന്, എത്ര വലിയ തിന്മ ചെയ്താലും ആ തിന്മ ദൈവം ക്ഷമിക്കുമെന്നും ക്ഷമിച്ച് ആ തിന്മ ചെയ്ത വ്യക്തികൾക്ക് മാപ്പ് കൊടുക്കുമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ബോധ്യം ലഭിച്ച യെരമ്യാ പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുകയാണ്: അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പ്രവാചകനിലൂടെ പറയുവാൻ കാരണം? എത്ര വലിയ തിന്മ ചെയ്ത വ്യക്തിയായാലും ശരി, ദൈവ തിരുമുമ്പിലേക്ക് ആ വ്യക്തി മടങ്ങി വരുമ്പോൾ ആ വ്യക്തി ചെയ്ത തിന്മകൾക്ക് അവിടുന്ന് വിമോചനം കൊടുക്കും, അകൃത്യത്തിന് മാപ്പ് കൊടുക്കും. മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ആ കർത്താവിനെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. എന്നോട് തിന്മ ചെയ്ത വ്യക്തികളോട് ക്ഷമിക്കുവാനും അവരെ ഒന്ന് സ്നേഹിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? എന്നോട് തിന്മ ചെയ്ത, എന്നെ നശിപ്പിക്കുവാൻ, എന്നെ തകർക്കുവാൻ, എൻ്റെ സൽപ്പേര് നശിപ്പിക്കുവാൻ, എൻ്റെ കുടുംബം തകർക്കുവാൻ, അല്ലെങ്കിൽ കുടുംബം തകർത്ത ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച വ്യക്തികളോടുള്ള വൈരാഗ്യം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും മാത്രമേ ഇത്തരത്തിൽ അനുഭവമുള്ള വ്യക്തികൾക്ക് അവരോട് ക്ഷമിക്കുവാനായിട്ടുള്ള കൃപ കൊടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം ക്ഷമ ദൈവത്തിലാണ് നിലനിൽക്കുന്നത്. ക്ഷമയുടെ ഉറവിടം ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്ഷമ എന്ന പുണ്യം ഒഴുകിയെത്തുന്നത്. അപ്പോൾ കർത്താവ് ഞാൻ ചെയ്തു കൂട്ടിയ തിന്മകൾ എന്നോട് ക്ഷമിച്ചുവെങ്കിൽ, എൻ്റെ അകൃത്യങ്ങൾക്ക് അവിടുന്ന് മാപ്പ് നൽകുന്നുവെങ്കിൽ, മാപ്പ് നൽകണമെങ്കിൽ ക്ഷമിക്കുന്ന വ്യക്തിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ക്ഷമിക്കാത്ത ഒരു വ്യക്തിക്കും മാപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് മാപ്പ് കൊടുക്കണമെങ്കിൽ ആ വ്യക്തിയോട് ക്ഷമിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതും ഈ മാപ്പ് കൊടുക്കാൻ പറ്റാത്ത, ക്ഷമിക്കുവാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൽ നിന്നും ഉള്ള ഫലം അല്ല. ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ് എങ്കിൽ, ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ് എങ്കിൽ, ആ ദൈവത്തിന് മറുവശത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്. ആ ശക്തി വെറുപ്പിൻ്റെതാണ്. ആ ശക്തി ക്ഷമിക്കുവാൻ കൃപ തരാതെ
ആ വിദ്വേഷവുമെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ച് വളർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്. ഇന്ന് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിലേക്ക് ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സ്പിരിറ്റ്, ഒരാത്മാവ്, ഒരു ദുരാത്മാവ് ഇന്ന് ഏതാണ്ട് എല്ലാ ജനങ്ങളെയും തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരോടും ക്ഷമിക്കാൻ പറ്റുന്നില്ല, ആർക്കും ആരെയും അംഗീകരിക്കാൻ പറ്റുന്നില്ല. സുവിശേഷകരുടെ ഇടയിൽ പോലും എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് പോലും ഈ കാലഘട്ടത്തിൽ മറ്റൊരു വ്യക്തിയോട് ക്ഷമിക്കുവാനോ മാപ്പ് കൊടുക്കുവാനോ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. ഈ വ്യക്തികൾക്കൊക്കെ ഒന്ന് മാപ്പ് കൊടുത്ത് മറ്റുള്ളവരോട് ക്ഷമിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഫലമാണ് ക്ഷമ. ഇതുകൊണ്ടാണ് പ്രവാചകൻ പ്രകാരം പറഞ്ഞത്, കർത്താവ് അരുളി ചെയ്യുന്നു, അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം ഞാൻ മനസ്സിൽ വയ്ക്കുകയില്ല. ഒരു വ്യക്തിയുടെ അകൃത്യങ്ങൾക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് അവർ നമ്മോട് കാണിച്ച തിന്മയ്ക്ക് അവരോട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കണമെങ്കിൽ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു നിമിഷം ആത്മപരിശോധന ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചുവല്ലോ, അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകുമെന്നും അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല എന്നും അരുളി ചെയ്ത കർത്താവേ, അവിടുന്ന് ക്ഷമയുടെ ഉറവിടമാണല്ലോ. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.